സഹായിക്കുന്നവനെ പോലും പിണക്കി. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. നിന്റെ ചികിത്സയ്ക്കും വേണ്ടേടാ പണം. നീ ഇനി ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ തന്നെ എത്ര കാലം കഴിയണം? ഇനിയിപ്പോ തോമസ് വൈദ്യൻ നിന്നെ ചികിത്സിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഇത്രയും ദിവസം ദുർഗയും ഉണ്ണിയൊക്കെ വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുക്കാതിരുന്നതാ. ഇനിയിപ്പോ വിളിക്കുവാണെങ്കിൽ എടുക്കാതിരിക്കാൻ പറ്റുമോ? അവരെന്നല്ല, ഈ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവരാരെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന എന്റെ പേടി. ആ മഞ്ജു പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 മക്കൾക്കും വിഷം വിളമ്പി തരാം. എന്നിട്ട് ഞാനും കഴിക്കും. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതല്ലേടാ മോനെ. മോഹിനിയേ, മോളെ, എന്റെ മോളെ, പ്രതാപൻ ജയിലിൽ പോയടേ. പിന്നെ അയാള് ചെയ്ത തെറ്റിന് അയാള് ജയിലിൽ പോണ്ടേ? അവൻ പൊക്കോട്ടെ, പക്ഷെ നമ്മുടെ മോള് പോകാതിരിക്കരുത്. എവിടേക്ക്? ജയിലിലേക്ക്? അല്ല മോഹിനി, നമ്മുടെ മോള് കമലേശ്വരത്തേക്ക് പോകാതിരിക്കരുതെന്ന്. എന്റെ പൊന്നു മോഹിനിയെ കാല് പിടിക്കാം. മോഹിനി, അവിടെ വയറ്റിലൊരു കുഞ്ഞുണ്ടടി. അവളെ എങ്ങനെയെങ്കിലും ഉണ്ണിക്കൊപ്പം ജീവിക്കാൻ അനുവദിക്കണം. ലക്ഷ്മിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവൾ എന്തുകൊണ്ട് അത് ഓർക്കാതിരുന്നത്? എന്തിനാ ലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടത്? എന്റെ പൊന്നു മോഹിനി, അങ്ങനെ സംഭവിച്ചു പോയി. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മിയെ പോലെ തന്നെയല്ലേ നിന്റെ മോള് കരുണയും, അല്ലേ മോഹിനി? ഞാൻ ഇവരുടെ മോളല്ല. അതുകൊണ്ട് എനിക്ക് ഇവരോട് ഒരു സിമ്പതിയും ഇല്ല, സ്നേഹവും ഇല്ല. മക്കളെ പ്രസവിച്ചു എന്ന് കരുതി അവരുടെ എല്ലാ തെറ്റിനും അമ്മമാർക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഒരു പരിധി വരെയൊക്കെ കൂട്ടു നിന്നു വരും. പക്ഷേ ഇവിടെ നിന്റെ അച്ഛനെയും മുത്തശ്ശിയും പോലെ തന്നെയാ നീ ഓരോന്ന് പ്രവർത്തിക്കുന്നത്. അതിനേക്കാൾ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനകത്ത് കിടന്ന് നരകിച്ചോളാം, എന്നാലും തിരിച്ചു പോകുന്നില്ല. അല്ലെങ്കിൽ നിന്നെ അവിടെ കയറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതേ ഇനി കണ്ണനാ. കണ്ണൻ മാത്രമല്ലല്ലോ, ലക്ഷ്മി വിചാരിച്ചാലും കാര്യങ്ങൾ നടക്കില്ലേ? ആ വീടിപ്പോ അവളുടെ കൂടെ പേരിലല്ലേ? എന്നാലും കണ്ണൻ പറയുന്നതിനപ്പുറം ലക്ഷ്മി ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞാ നിന്റെ മരുമകൻ കേക്കില്ലേ മോഹിനി? ഈ കാര്യത്തിൽ കണ്ണന്റെ മുന്നിലേക്ക് ശുപാർശയുമായിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം ഇവളുടെ അച്ഛൻ കൊന്നിരിക്കുന്നതേ കണ്ണന്റെ അച്ഛന്. എടി, അവൻ കൊന്നതല്ലല്ലോ, അവരെ കൊണ്ട് കൊല്ലിച്ചതല്ലേ. എങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് അയാളത് ചെയ്തല്ലോ. അന്നാ നക്കാപ്പിച്ചയ്ക്ക് നല്ല വിലയുണ്ടായിരുന്നു. അവൻ അതുകൊണ്ടാ നല്ല രീതിയിൽ ഈ കുടുംബം നോക്കിയത്. മറ്റുള്ളവരെ കൊന്നിട്ട് കുടുംബം നോക്കുന്നതിലും നല്ലത് ഈ കുടുംബത്തെ കൂട്ടത്തോടെ അങ്ങ് കൊല്ലുന്നതാ. അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല മുത്തശ്ശി. അമ്മ ഇന്നും മറുസൈഡാ. ഞാൻ ആരുടെ സൈഡൊന്നും പിടിക്കുന്നില്ല. ന്യായത്തിനൊപ്പം മാത്രം ഞാൻ നിൽക്കുന്നത്. എന്റെ പൊന്നു മോഹിനി, ഒരു തവണ കൂടി ഒന്ന് ക്ഷമിക്കാൻ പറ കണ്ണനോടും ലക്ഷ്മിയോടും ഒക്കെ. എന്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതുകൊണ്ടല്ലേ അവള് സഖി കെട്ട് ലക്ഷ്മിയെ പിടിച്ചു തള്ളി താഴെയിട്ടത്. 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന സമയത്താ ഇവൾ ആ ക്രൂരത ലക്ഷ്മി മോളോട് കാണിച്ചത്. അപ്പോ അവൾ എന്നോട് കാണിച്ച ക്രൂരതയൊന്നും അമ്മ അറിഞ്ഞില്ലേ? അതെ അതെ, അന്ന് ദുർഗ അയച്ചു തന്നപ്പോ ഇവളെ കാണിച്ചു കൊടുത്തതാ മൊബൈലില്. ഇവൾ ഇവിടെ നിൽക്കുമ്പോഴും കല്യാണത്തിന് മുൻപും വീട്ടുജോലിയൊന്നും ചെയ്തിട്ടില്ല. പാചകം ഇവൾക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ ചെയ്യിച്ചത് അത്ര വലിയ തെറ്റായി പോയോ? ഇനിയിപ്പോ അതേപറ്റിയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കൊല ചെയ്യപ്പെട്ടത് കണ്ണന്റെ അച്ഛൻ മാത്രമല്ല, ഉണ്ണിയുടെയും മഞ്ജുവിന്റെയും കൂടി അച്ഛനാ. ഇവളുടെ ഭർത്താവ് ഉണ്ണിയാ. അതുകൊണ്ട്
അവനും അവന്റെ അമ്മയും തിരികെ വിളിച്ചാൽ മാത്രമേ ഇവൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. അവര് മോളെ തിരിച്ചു വിളിച്ച കണ്ണൻ മോളെ ആ വീട്ടിലേക്ക് തിരിച്ചു കയറ്റുവോ? അതൊന്നും എനിക്കറിയില്ല. ഓ, അതൊക്കെ മുത്തശ്ശിയും കൊച്ചുമോളും കൂടി നേരിട്ട് പോയി കണ്ണനോടും ലക്ഷ്മിയോടും ചോദിക്കണം. ശ്ശോ. ഇപ്പോഴും ഇവളുടെ അഹങ്കാരം കുറഞ്ഞിട്ടില്ലല്ലോ. ഇവള് മാറാൻ തയ്യാറല്ലല്ലോ. പിന്നെ എന്ത് വിശ്വസിച്ച ഇവളെ അവരൊക്കെ ആ വീട്ടിലേക്ക് കയറ്റേണ്ടത്? എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്നെ ലാളിച്ച് ലാളിച്ച് ഇല്ലാതാക്കിയ നിന്റെ അച്ഛൻ തന്നെയാ നിന്റെ താലി ഇറക്കുന്ന പ്രവൃത്തി ഇപ്പൊ ചെയ്തേക്കുന്നത്. മോഹിനിയെ, മോഹിനി അവിടെ നിന്നേ. മുത്തശ്ശി, എന്തിനാ മുത്തശ്ശി എന്നെ സ്നേഹിക്കാത്ത ഒരു അമ്മയുടെ കാല് പിടിക്കാൻ പോകുന്നത്? അയ്യോ, ആരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും ശരി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോള് ബന്ധം പിരിഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഇപ്പൊ മോക്കത് മനസ്സിലാവില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോ മോക്കൊരു കുടുംബം വേണമെന്ന് തോന്നും, ഭർത്താവ് അടുത്ത് വേണമെന്ന് തോന്നും. എന്റെ ദൈവമേ, എന്നാലും വല്ലാത്തൊരു വിഷമമായി പോയല്ലോ. മോഹിനിയെ, മോഹിനിയെ പോയോ? നീയൊന്ന് എഴുന്നേറ്റ് നടന്നാ മതിയായിരുന്നു. അങ്ങേരിനി പുറത്തിറങ്ങാനുള്ള ചാൻസ് കുറവാ മോനെ. അയ്യോ, അവളെ വിളിക്കുന്നുണ്ട്, ആ ദുർഗ. ഇതുവരെ ഞാൻ അവളെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. കോടതി വിധി അറിഞ്ഞിട്ട് വിളിക്കുകയായിരിക്കും. എന്തായാലും ഇപ്പൊ എടുത്തേക്കാം. ഹലോ, എന്താടി നീ ഫോൺ വിളിച്ചാ എടുക്കാത്തത്? ഞാനാ ദുർഗേ. നിന്നോട് തന്നെയാ ഞാൻ സംസാരിക്കുന്നേ. നീ എന്താടി വിളിച്ചിട്ട് എടുക്കാത്തത്? കാരണം ഞാൻ അറിഞ്ഞടി. ഇന്ന് കോടതി പോയപ്പോ എല്ലാം അറിഞ്ഞു. അയ്യോ, നിന്റെ ഭർത്താവിനെയും പ്രതാപനെയും ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടടി. അവൻ എനിക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കി തന്നിട്ട് എന്റെ കുട്ടികളുടെ അച്ഛനെ അങ്ങ് പറഞ്ഞു വിട്ടല്ലോ. എനിക്കൊന്നും അറിയില്ല ദുർഗേ. നിനക്കെല്ലാം അറിയാം. നീയും കൂടി ചേർന്നിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തത്. അയ്യോ, അച്ഛൻ മരിച്ച വേദനയില് നീറി നീറി കഴിയുന്ന കണ്ണനെ നന്നായിട്ടൊന്ന് ചികിത്സിക്കാൻ പോലും അയാൾ സമ്മതിച്ചില്ല. മരുന്ന് മാറ്റിക്കൊടുത്ത് അവനെ തളർത്തി കിടത്തുമായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? നിന്റെ മോനും തളർന്നില്ലേ? ഇപ്പോഴും മോളിലോട്ട് നോക്കി കിടക്കല്ലേ? ഇനി കണ്ണൻ നിന്നോടൊന്നും ഒരു മനുഷ്യത്വം കാണിക്കില്ലടി. നിന്റെ മോനും ഭർത്താവിനും മാസാമാസം കിട്ടിക്കൊണ്ടിരുന്ന തുകയില്ലേ, അത് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നീ കൊമ്പത്തെ ബന്ധം നോക്കി നടക്കല്ലേ നിന്റെ മോൾക്ക്. അവളെ മൂത്ത് നരച്ചിരിക്കത്തേ ഉള്ളടി. അവളെ ഇനി കണ്ണൻ കണ്ടതായിട്ട് പോലും നടിക്കില്ല. ദുർഗേ, വച്ചിട്ട് പോടി കോലയാളിയുടെ ഭാര്യയെ. എന്തിനാണ് അമ്മ അമ്മയെന്ന് പറഞ്ഞ് വെറുതെ ചുണ്ടനക്കുന്നേ? പട്ടിണി കിടന്നങ്ങ് ചാക്. നിന്റെ അപ്പച്ചി ഉണ്ണി അറിഞ്ഞു ഉണ്ണിയുടെ അച്ഛൻ എങ്ങനെയാ മരിച്ചെന്ന്. എന്തായാലും നിന്റെ അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോയി ഇന്ന്. അത് നേരത്തെ വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞതാ.
ഒരു സമയത്ത് നിന്റെ അച്ഛൻ ഈ കുടുംബത്തിന് ഭാഗ്യമാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെ അല്ലടാ, അയാൾ ഒരു ദുരന്തമാ, ഈ കുടുംബത്തിന്റെ ദുരന്തം. മാനം മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്നെങ്കിലേ നിനക്കും അയാൾക്കും ഇപ്പൊ 5 അക്ക ശമ്പളം കിട്ടിയേനെ, സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയേനെ. സ്വാതിയുടെ കല്യാണം കണ്ണം മുന്നിൽ നിന്ന് നടത്തിയേനെ. അത്യാഗ്രഹം മൂത്തിട്ട് എല്ലാം പോയില്ലേടാ. ഇനി കൈയും കാലും പിടിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടെങ്ങാനും ചെന്നാലേ ആ ദുർഗ വന്ന് എന്റെ മുഖത്ത് ചൂലെടുത്ത് അടിക്കും. ഇത്രയും നാള് നമുക്ക് സപ്പോർട്ടായിരുന്നു അവള്. എന്നാ ഇനി അങ്ങനെയല്ല. അവളുടെ കുട്ടികളുടെ അച്ഛനെയാ നിന്റെ അച്ഛൻ കൊന്നത്. അത് ഏതെങ്കിലും സ്ത്രീകൾ സഹിക്കോടാ? ഏതെങ്കിലും ഭാര്യമാര് സഹിക്കോ? ആകെ കൂടെ 5-6 വർഷം മാത്രം അവരൊരുമിച്ച് താമസിച്ചത്. വളരെ ചെറുപ്പത്തിലെ തന്നെ നിന്റെ അച്ഛൻ ദുർഗയെ വിധവയാക്കി. എന്നിട്ടേ നിന്റെ അച്ഛൻ പെങ്ങളുടെ മുമ്പിൽ പോയി പൂങ്കണ്ണീര് ഒഴുക്കിയിട്ട് അവളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇനിയിപ്പൊ എങ്ങനെ കേസ് നടത്തും? അയാളുടെ ബാങ്കിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്, അതൊക്കെ എടുത്തിട്ട് കേസ് നടത്തട്ടെ. അല്ലാതെ എന്റെ സ്വർണം വിറ്റ് കാലനയുടെ സഹായം ഞാൻ ചെയ്യില്ല. എന്റെ കൊച്ചിനെ എനിക്ക് എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണം. അത് കഴിഞ്ഞ് നീ എഴുന്നേറ്റില്ലെങ്കില് ഈ കിടപ്പ് കിടക്കുവാണെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവവും വിശേഷമൊക്കെ വരുമ്പോ നിന്നെ അവിടെ കൊണ്ടുപോയി പായ വിരിച്ച് കിടത്താം. എന്നിട്ട് ഞാൻ അവിടേക്ക് വരുന്നവരുടെ മുമ്പിൽ കൈ നീട്ടാം. അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അല്ലാതെ ജീവിക്കാൻ വേറെ നിവർത്തിയില്ലടാ മോനെ. ആ അവസ്ഥയെ കൊണ്ടെത്തിച്ചു ഒരു വാമദേവൻ എന്ന് പറയുന്ന ദുഷ്ടൻ. എടാ നന്ദിയില്ലാത്തവനെ, ഒന്നുമില്ലെങ്കിലും കൊട്ടേഷൻ തന്ന സമയത്ത് കുറെ പൈസ നീ വാങ്ങിച്ചതല്ലടാ, പിന്നെ എന്താടാ നീ മൊഴി മാറ്റി പറയാഞ്ഞേ? ഇത്രയും സമയം അത് അറിയാത്തതുകൊണ്ട് താൻ വീർപ്പ് മുട്ടിയിരിക്കായിരുന്നു എനിക്ക് അറിയായിരുന്നു മാമ. എടോ അതുപോലെ തന്നെയാണ് എന്റെയും കാര്യം. അതിന്റെ കാരണം പറയാൻ കഴിയാതെ ഞാനും വല്ലാത്ത വീർപ്പ് മുട്ടിലായിരുന്നു. ഞാൻ കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ കോടതി നമുക്ക് ജാമ്യം തന്നെ. പക്ഷെ ജാമ്യം കിട്ടി കോടതിയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ പിന്നെ കാണുന്ന കാഴ്ച എന്റെ ഒരേ ഒരു മോള് ഒരുത്തന്റെ കൊലക്കത്തിക്ക് ഇരയായി മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നേ. മനസ്സിലായില്ലേ? എടോ എന്റെ അമ്മ കരുണമോളോടൊപ്പം വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാ ബൈക്കിൽ ഒരുത്തനും അവന്റെ കൂട്ടുകാരനും കൂടെ എത്തിയത്. ആ മാർക്കോയും ലോപ്പസും. കോടതിയിൽ നടന്നതുപോലെ പറയാതെ മൊഴി മാറ്റിയ കരുണമോളെ കൊല്ലുന്നായിരുന്നു ഭീഷണി. മാർക്കോയുടെ കയ്യിലെ കടാരയുടെ മുന്നിൽ എന്റെ മോള് നിൽക്കുമ്പോഴാ അമ്മ കോടതിയിലോട്ട് വരുന്നേ. അതാ കോടതിയുടെ വെളിയിൽ വെച്ച് എന്റെ അമ്മ എന്നെ മാറ്റി നിർത്തി പറഞ്ഞേ, അവൻ ഒറ്റ ഒരുത്തൻ കാരണമാ നമ്മൾ ഒരിടത്തും ജയിക്കാതെ പോയത്. സംശയമുണ്ടോ? ആ മാർക്കോയെ വക വരുത്തിയിരുന്നെങ്കിൽ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും പകുതി ബലം പോയനെ. എങ്കിൽ നമ്മളായിരുന്നു തന്നെ രാജാക്കന്മാര്. മാർക്കോയും പിന്നെ ആ ലക്ഷ്മിയുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ശക്തി. നമ്മൾ കരുതുന്ന പോലെ അതത്ര ചെറുതൊന്നും അല്ല. എന്നെ മാമ, ഞാൻ ജീവിക്കുന്ന തന്നെ എന്റെ മോക്ക് വേണ്ടിട്ടാ. ഞാൻ ഈ കണ്ട ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തത് അവക്ക് വേണ്ടിട്ട് മാത്രമാ. അപ്പൊ പിന്നെ അവള് മരിച്ചിട്ട് ഞാൻ ജീവിക്കുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? എന്റെ മോള് മരിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാണ്ടിരുന്നേ. എടാ ഇനിയും കേസ് നടക്കും. അങ്ങനെ നടന്നാൽ റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും നമുക്ക് സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിനേക്കാളും ക്രിമിനൽസ് ഉള്ള ജയിലില്. അതാണ് വിധിയെങ്കിൽ അതിനെ തടുക്കാൻ പറ്റുമോ അമ്മ? എടാ ജയിലിൽ കിടക്കുന്നതിനേക്കാളും വലിയ ദുരന്തമാണ് കണ്ണൻ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത്. 10-20 വർഷം മുമ്പ് നടന്ന സംഭവ. മുതലും പലിശയും പലിശയുടെ പലിശയും കൂടി കോടികൾ കൊടുക്കേണ്ടി വരും.
അത് മാത്രമാണോ? ഇന്ന് കോടതിയിൽ വെച്ച ദുർഗയും ഉണ്ണിയൊക്കെ ഞാനാണ് ഉണ്ണിയുടെ അച്ഛന്റെ ബൈക്കിൽ ലോറി കയറ്റിയെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത്. എടോ, അവനും അവന്റെ അമ്മയൊക്കെ അറിഞ്ഞത് ഇന്നാണെന്ന്. അതുകൊണ്ട് ഇനിയിപ്പോ അവൻ എന്റെ മോളെ കളയൂന്നറിയില്ല. മോളെ കളയുന്ന മാത്രമല്ലടാ, എനിക്കും എന്റെ കുടുംബത്തിനും കണ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടാനും പോകുന്നില്ലടാ. ശ്ശെ. അങ്ങനെ വന്നാ എന്റെ കുടുംബം എങ്ങനെ ജീവിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരുത്തനാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ശരീരം തളർന്ന് ആകാശത്തോട് നോക്കി കിടക്കുക. അവനൊന്ന് മെച്ചപ്പെട്ട് വരികയായിരുന്നു. ഇനി അവനെ എങ്ങനെ ചികിത്സിപ്പിക്കാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. തൊഴുതോണ്ട് എങ്ങോട്ട് പോവാ? ഞാൻ അമ്മയും മോനെ ഒന്ന് കാണാൻ വന്നതാ. ഏതമ്മയും മോനും? നിങ്ങൾ ഈ പടി കടന്നു വരുന്നത് കണ്ണൻ ഇഷ്ടമല്ല, അതുപോലെ എനിക്കും. എന്ത് ചെയ്യാനാ ദുർഗേ? സ്വന്തം പെങ്ങള് വിധവയായാലും അവനവന്റെ കാര്യം മാത്രം നടക്കണമെന്ന് ചിന്തിക്കുന്ന ചില ആങ്ങളമാരുണ്ട്. അതുപോലെ ഒരുത്തനായി പോയി വാമനും. ആഹാ, അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ലോറി ഇടിച്ച് കൊന്നവനോ? അവൻ പുണ്യാളനാണോ? അവനൊന്നും അറിയില്ലല്ലോ ലോറി ഇടിച്ചു കൊന്നത് ഉണ്ണിമോന്റെ അച്ഛനെയാന്ന്. ആരും ആയിക്കോട്ടെ, അവനത് ചെയ്തില്ലേ? അല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ദുർഗേ, മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതിന് അവളുടെ വയറ്റില് കുഞ്ഞുണ്ടെങ്കിലേ അത് വളരും. നാളെ അവള് പ്രസവിക്കും. ആ കുഞ്ഞിനെ അവള് നിങ്ങളും കൂടെ അങ്ങ് വളർത്തിക്കോ. ഇനി അങ്ങനെ ഒരു മരുമോളെ ഈ വീട്ടിന് ആവശ്യമില്ല എനിക്കും. അങ്ങനെയൊന്നും പറയല്ലേ ദുർഗമോളെ. അവള് കരഞ്ഞു കരഞ്ഞു ഒരു പരുവമായി. അറിയാലോ, ഈ സമയത്ത് അമ്മയാകാൻ പോകുന്ന ഒരു കുട്ടി കരയാൻ പാടില്ല. എന്നാ പിന്നെ അവളോട് പറ ചിരിക്കാൻ. ഇനി ചിരി വരുന്നില്ലെങ്കിലേ നിങ്ങൾ ഇക്കിളിയാക്കി കൊടുക്ക്, അപ്പൊ അവള് ചിരിക്കും. ഉണ്ണിമോന്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞതോടെ ദുർഗയുടെ സ്വഭാവം മാറിപ്പോയെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ കണ്ണന്റെ സൈഡാണെന്നും അറിയാം. ദുർഗ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രതാപനാണ് മഹാലക്ഷ്മിയെ കണ്ണന് കെട്ടിച്ചു കൊടുത്തത്. കെട്ടിച്ച കാര്യമൊന്നും പറയണ്ട. അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നമ്മളെല്ലാരും കൂടി ആണല്ലോ അന്ന് ഗൂഢാലോചന നടത്തിയത്. കരുണയ്ക്കൊരു കൂട്ട്, അവൾക്കൊരു ജോലിക്കാരി. അതിനുവേണ്ടിയാണല്ലോ കണ്ണന്റെ ഭാര്യയായിട്ട് മഹാലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തായാലും ശരി, അതുകൊണ്ട് അവക്കിപ്പോ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിനി കരുണ എന്നൊരു മരുമോള വേണ്ട. ഉണ്ണിയുടെ അച്ഛൻ അടക്കം ചെയ്ത വീടായത്. ഈ വീട്ടില് വിശ്വേട്ടന്റെ കൊലയാളിയുടെ മോളെ എങ്ങനെ എനിക്ക് താമസിപ്പിക്കാൻ പറ്റും? എങ്ങോട്ടാ? ഉണ്ണിമോനുണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. ഇവിടെ നിന്നാ മതി. ഞാൻ പോയി അവനോട് നിങ്ങൾ വന്നു എന്ന് പറയാം. അവൻ മുഖം തരുന്നുണ്ടെങ്കിൽ കണ്ടാ മതി. എന്റെ ദൈവമേ, 150 പവന്റെ ആഭരണം കൊടുത്തിട്ടാ ഞങ്ങളുടെ കൊച്ചിനെ ഇവന് കൊടുത്തത്. എന്നിട്ട് നന്ദി പോലുമില്ല പിശാചുക്കൾക്ക്. എടാ, ദേ വന്നിട്ടുണ്ടൊരു കിളവി. കൊച്ചുമോൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ. എടാ, കൊലയാളിയുടെ അമ്മയുടെ കാര്യമാ പറഞ്ഞത്. ഓ, അവരോ? കൊച്ചുമോളില്ലേ കൂടെ? ഏയ് ഇല്ല,
ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. എടാ, നിന്റെ അച്ഛനെ കൊന്നവന്റെ മോള. അവളെ ഇനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. എടാ, അവള് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്താലും കോടതി പറയില്ല നീ അവളെ ഏറ്റെടുക്കണോന്ന്. അവരെന്താ പറയുന്നേ? അത് തന്നെ. ഞാൻ അവരൊന്ന് കാണട്ടെ. എടാ, നീ എന്തിനാടാ അവരെ കാണുന്നത്? അവരെയൊക്കെ ആട്ടി വിടുകയല്ലേ വേണ്ടത്. അമ്മ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. ഇത് ശരിക്കും പറഞ്ഞ ഒരു ചാൻസ് അമ്മേ. ചാൻസോ? എന്ത് ചാൻസ്? അതൊക്കെ ഉണ്ട്. അവരെന്താ പറയുന്നെന്ന് ഞാനൊന്ന് കേക്കട്ടെ. കണ്ണനും മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെ മഞ്ജുവിനും ഒന്നും അവളെ ഈ വീട്ടിൽ കയറ്റുന്നത് ഇഷ്ടമല്ല. മഞ്ജു കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ചൂടായി പോയതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അവള് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ടാ ഇവിടെ വന്നു കിടന്ന് നിലവിളിച്ചത്. അവൾക്കെല്ലാം ഉണ്ട്. നല്ല ജോലി, അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി മാറ്റിയിട്ടതൊക്കെ കണ്ണേട്ട് അവൾക്ക് കൊടുക്കും. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. ഒന്നുമില്ലാത്തത് എനിക്കാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ അവരൊന്ന് കാണട്ടെ. എന്നെ മണ്ണുണ്ണിയെന്നും ബുദ്ധിയില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചിട്ടുള്ളതാ. അങ്ങനെയുള്ള എനിക്ക് അവരുടെ മുന്നിൽ പോയി ഇനി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം.